പ്രൈസ് ദി ലോർഡ്. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇത്രത്തോളം നമ്മുടെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധി എന്നുള്ളത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അനേക വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ശുശ്രൂഷന്മാർക്കും ഏതൊരു വിശ്വാസിക്കും ഇതിന്റെ ഓരോ എപ്പിസോഡുകളും അനുഗ്രഹമാണ്. കാരണം ഇതൊരു പ്രവാചക ശബ്ദമാണ്. ഈ ദൂതുകൾ ഏതൊരു വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുന്നു. പ്രത്യേകിച്ച് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന നീതിബോധം, ദൈവനീതി എന്നുള്ള വിഷയം കൂടുതൽ നമ്മുടെ സ്വയത്തിന്റെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും മാനുഷ്യമായ പദ്ധതികളെ എല്ലാം വിട്ടുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് അടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധിക്കുന്നു. അത് വിശ്വാസ ജീവിതത്തിൽ ഫലകരമായ ആത്മീയ അനുഭവങ്ങളെ ഉളവാക്കുന്നു. കാരണം നീതിബോധം വന്നപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത് ശിക്ഷാവിധി മാറി. എന്റെ കുറ്റബോധം, ദുർമനസാക്ഷി, ഹൃദയകാഠിന്യം, കല്ലായുള്ള ഹൃദയം, മരണഭയം, അതെല്ലാം എനിക്ക് മാറിക്കിട്ടി. നീതീകരണത്തിന് ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള പ്രാഗൽഭ്യം, ദൈവത്തിൽ അടുത്തു വരുവാനുള്ള പ്രവേശനം. ഇവിടുന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ആത്മീയ പഠനത്തിൽ ഇനിയും മുൻപോട്ട് പോകുവാനുണ്ട്. ഇത് പഠിക്കുന്നതോറും എന്റെയും നിങ്ങളുടെയും സ്പിരിച്വൽ ലൈഫ്, സ്പിരിച്വൽ വാക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്രകാരം ഒരു മെച്യൂരിറ്റിയിലേക്ക് കർത്താവുമായിട്ടുള്ള മാത്രമുള്ള ഒരു ഇഴയെടുപ്പും, ക്രിസ്തുവായുള്ള ബന്ധത്തിൽ അകലങ്ങളോ ദൂരങ്ങളോ ഭാരങ്ങളോ പിന്മാറ്റങ്ങളോ ഇല്ലാത്ത ഒരു കൂട്ടായ്മ ബന്ധം, അത് ഉളവാകുന്നത് ഈ നീതിയിൽ നിന്നാണ്. നമുക്ക് തുറമാനമായി ചിന്തിക്കാം. ഈ പഠനം നമ്മളെ വ്യത്യസ്തരാക്കും, പുതിയ കാഴ്ചപ്പാടുകൾ നൽകും, വിശ്വാസ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം വിജയകരമായി തീരും. മൂന്നാമത്തെ ആശയം, ദൈവത്തോട് സമാധാനവും നിരപ്പും പ്രാപിക്കുക. പുതിയ നിയമത്തിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് ദൈവത്തോട് സമാധാനവും, 2 ദൈവത്തിന്റെ സമാധാനം. ദൈവത്തിന്റെ സമാധാനമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ നിലവുകളെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി കാക്കപ്പെടുന്നത്. ആ ദൈവിക സമാധാന ദൈവം നമ്മുടെ മേലെല്ലാം പകർന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തോട് സമാധാനം മറ്റൊരു വിഷയമാണ്. ഇനി ഞാൻ ദൈവത്തിന്റെ ശത്രുവല്ല, എനിക്ക് നിരപ്പ് വന്നിരിക്കുന്നു. നിരപ്പ് എന്ന പദം പഴയ നിയമത്തിലേതല്ല, എങ്കിലും മഹാപരിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനുമായി നിരപ്പുണ്ടാക്കാനായി ക്രമീകരിക്കപ്പെട്ടതാണ് പഴയ നിയമത്തിലെ യാഗവ്യവസ്ഥ. എന്നാൽ പുതിയ നിയമത്തിലെ നിരപ്പ് എന്ന പദത്തിന് അതിന് യഥാർത്ഥ അർത്ഥം മാറ്റിയെടുക്കുക എന്നാണ്. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലൂടെയാണ് ഇത് സാധിക്കുന്നത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. റോമാലേഖനം 5:10-11 വാക്യങ്ങൾ, 2 കൊരിന്ത്യർ ലേഖനം 5:18-20 വരെയുള്ള വാക്യങ്ങൾ, എഫെസ്യ ലേഖനം 2:15-16 വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 1:20-22 വാക്യങ്ങൾ. നാം ഈ വാക്യങ്ങൾ വായിച്ചു നോക്കുക. എന്നാൽ പഴയ നിയമ യാഗങ്ങളിൽ നിന്നും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിലെ പോലെ ഇവിടെ പാപിയല്ല യാഗവസ്തുവിനെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുന്നത്. പ്രത്യുത പാപിക്ക് വേണ്ടി ദൈവം തന്നെയാണ് യാഗവസ്തുവിനെ, പുത്രനെ അർപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഇടയന് വേണ്ടി ആടുകൾ യാഗമാകുമായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ആടുകൾക്ക് വേണ്ടി, തെറ്റിപ്പോയ ആടുകൾക്ക് വേണ്ടി, കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി ഇടയൻ യാഗമായി തീർന്നു. അവിടെ ദൈവം തന്നെ ശത്രുത്വം ഇല്ലാതാക്കി മനുഷ്യനെ തന്നോട് നിരപ്പിക്കുവാൻ മുൻകൈയെടുത്തു. അത് ചെയ്തത് ദൈവമാണ്. ദൈവത്തെ മനുഷ്യനോട് നിരപ്പിച്ചു എന്നല്ല, ദൈവം നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു എന്നാണ് വാക്യം. അങ്ങനെ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നിരപ്പിന്റെ ശുശ്രൂഷയിലെ മധ്യസ്ഥൻ ക്രിസ്തുവാണ്. അവൻ തക്ക സമയത്ത് അഭക്തരായി നമുക്ക് വേണ്ടി മരിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 5:15 പറയുന്നു, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ മരണത്താലുള്ള നിരപ്പിന്റെ ശുശ്രൂഷ നടന്നു കഴിഞ്ഞ ഒരു വസ്തുതയാണത്രേ. അത് ഏത് കാലത്തുള്ളവർക്കും വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അവസാനം വരെ ആ പ്രവർത്തനത്തിന്റെ സ്വാധീനം നീണ്ടുപോകുന്നു. ഈ നിരപ്പിന്റെ സുവിശേഷം അല്ലെങ്കിൽ ദൂത് ദൈവം പ്രഘോഷിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദൈവമക്കളും ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളാണ്. നാം നീതീകരണത്തിന്റെ അടുത്ത ഫലത്തെ കുറിച്ച് പറയുമ്പോൾ തീത്തോസ് ലേഖനം 3:6 നിത്യജീവന്റെ അവകാശമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആ വിഷയത്തെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവന്റെ പ്രത്യാശയാണ്, ഭാഗ്യകരമായ പ്രത്യാശയാണ്. അത് ആത്മാവിന്റെ നങ്കൂരമായ തിരശ്ശീല കടന്ന പ്രത്യാശയാണ്. പലപ്പോഴും നാം ഇങ്ങനെ അതിനെ പറയാറുണ്ട്, ജീവിപ്പിക്കുന്ന പ്രത്യാശ. അത് താൽക്കാലികമായ ലോകത്തിൽ നാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറമായിട്ടുള്ള, എന്റെ നീതിമാൻ മരിച്ചാലും ജീവിക്കും, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഈ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയായി തീരുവാൻ കാരണം മരണത്തിനപ്പുറമുള്ള, കല്ലറയ്ക്കപ്പുറത്തുള്ള നിങ്ങളുടെ സ്വന്തം ഭവനത്തെ കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള, വരുവാനുള്ള ലോകത്തെ കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്നതാണ് ഈ നിത്യജീവന്റെ അവകാശം എന്നുള്ളത്. ആ ഉറപ്പാണ് നാം സുവിശേഷത്തിൽ പ്രാപിച്ചത്. സുവിശേഷം നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവിതം കൊണ്ടോ കല്ലറ കൊണ്ടോ ദ്രവത്വം കൊണ്ടോ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ടോ അവസാനിക്കുന്നതല്ല. അതുകൊണ്ടാണ് നീതീകരണത്തിന് അവസാനത്തെ ഫലം തേജസ്കരണമാണ്. അത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്, പ്രാപിക്കാനുള്ള പുത്രത്വമാണ്. നാം അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, ആത്മാവിൽ ഉള്ളിൽ ഞരങ്ങുകയാണ്. ഈ സൃഷ്ടി പോലും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. നാം ഇനി പുത്രത്വം പ്രാപിക്കും, അവിടെ ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കും, നാം കർത്താവിനെ പോലെ ആയി തീരും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ നാം ആകൊണ്ട് നാം അവനോട് സദൃശന്മാരായി തീരും. ആ ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു എന്നാണ് റോമാലേഖനം 5-ാം അധ്യായം പറയുന്നത്. അവിടെയാണ് പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നീതീകരണം പ്രാപിച്ചവർക്ക് നീതിயின் വസ്ത്രം കർത്താവ് നൽകും. പാപിയുടെ നീതി പ്രവൃത്തികൾ വെറും കറപുരുണ്ട തുണി പോലെ ആയിരിക്കുമ്പോൾ സഭയാകുന്ന
മണവാട്ടി ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വെളിപ്പാട് പുസ്തകം 19:8. അകൃത്യങ്ങളാൽ മലീമസമായ മുഷിഞ്ഞ വസ്ത്രം മാറ്റി നമ്മുടെ കർത്താവ് നമ്മെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. പാപത്തിന്റെ കരയും അഴുക്കുമെല്ലാം കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച് ഒരു പുതിയ വെള്ള നിലയെങ്കിൽ നാം ധരിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ ഒരു വലിയൊരു കൂട്ടം രക്ഷിതഗണം രാപ്പകൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതായി വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. അതെ, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിക്കുവാൻ കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, നാമും ഈ കൂട്ടത്തിൽ കാണും. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഇനിയും ശിക്ഷ വിധിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം നീതീകരിച്ചത് ഇവിടെ കോടതിയോ അല്ലെങ്കിൽ മതപുരോഹിതനോ പ്രമാണങ്ങളോ അല്ല. ദൈവം നിങ്ങളെ നീതീകരിച്ചു. ഇനിയും ശിക്ഷ വിധിക്കുവാൻ ആർക്കും കഴിയില്ല. ഈ നീതി ദൈവത്തിന്റെ ദാനമാണ്. ഇത് നിമിത്തമാണ് നാം ദൈവസന്നിധിയിലേക്ക് പ്രാഗൽഭ്യത്തോടെ അടുത്തു ചെല്ലുന്നത്. അവിടെയാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ സ്വീകാര്യത നിങ്ങൾക്ക് ലഭിച്ചത്. എന്റെ ഈ സന്ദേശം കേട്ട പ്രിയമുള്ളവരെ, ഇനിയും നിങ്ങൾ ഭയപ്പെട്ട് പിന്മാറി ദൂരമേ നിൽക്കേണ്ടവരല്ല. കൃപയാൽ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആ പ്രാഗൽഭ്യം, ആ നീതിബോധം, കൃപയാലുള്ള ആ വീണ്ടെടുപ്പിന്റെ മഹത്വം അനുദിനം ജീവിതത്തിൽ പ്രാപിച്ച് വിശുദ്ധമായ ജീവിതം സൂക്ഷിക്കുവാൻ, അത് ഹൃദയവിശുദ്ധി മാത്രമല്ല, നമ്മുടെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.